ഇൻഫ്ലുവൻസ് ആവുന്നതല്ല. ദേ വിൽ ഗെറ്റ് ടു നോ ദെയർ ഐഡൻറ്റിറ്റി ഓർ ദേ വിൽ റിയലൈസ് ഇറ്റ് അറ്റ് സം പോയിന്റ് ആൻഡ് നോബഡി ക്യാൻ ഇൻഫ്ലുവൻസ് ദാറ്റ്. പിന്നെ എൻ്റെ മുമ്പത്തെ സീസണിലൊക്കെ കുറേ കപ്പിൾ ഉണ്ടായിരുന്നു. വൈ ഡിഡ്ന്റ് യു സേ എനിത്തിങ്? അതും പിള്ളേർ കാണുന്നതല്ലേ. അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. ഒരു ആണും പെണ്ണും സ്നേഹിക്കുന്നത് എത്രയോ സിനിമകൾ, എത്ര ഇതുകൾ, അത് കണ്ടിട്ട് ഒരു കൊച്ചു വളരുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് പ്രശ്നം? അതിനകത്ത് ഒരു തെറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലൈക്ക് വെൻ യു ആർ ഇൻ എ പബ്ലിക് പ്ലാറ്റ്ഫോം, ലൈക്ക് ഒരു ടെലിവിഷനിൽ ഒരു ഭയങ്കര ഒരു റിയാലിറ്റി ഷോയിൽ നിൽക്കുമ്പോഴത്തേക്കും ജസ്റ്റ് think that you may have your own ideology, you may have your own things, perspective, everything is fine, I respect that. പക്ഷേ they are also human beings. ഒരാളെ പറ്റി ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ദ സൊസൈറ്റി ഈസ് ഗോയിങ് ടു ജഡ്ജ്. എല്ലാവർക്കും നിങ്ങൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി, അതാണ് എനിക്ക് പേടി. ലൈക്ക് യു സെഡ് എൻ്റെ മോൻ ഇത് കാണും, അവൻ അത് കണ്ടു വളരും എന്ന്. ആക്ച്വലി നിങ്ങളോടാണ് എനിക്കിത് പറയാനുള്ളത്. നിങ്ങളാണ് തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്ത് അത് കണ്ട് വളരാൻ ഇനിയും ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഇരയായിട്ടങ്ങ് ഇട്ട് കൊടുക്കാതെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ. നിങ്ങളുടെ അക്സെപ്റ്റൻസ് അവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ അവർ വന്ന് തിരിച്ചാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾ ഒരു ആണിനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഹൗ ദാറ്റ് വുഡ് ബി. അപ്പോൾ പറയാം അത് പണ്ട് തൊട്ടേ ഇതൊക്കെ ഉണ്ട്, അത് പുറത്ത് ഇതേപോലെ ആരും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു ചെക്ക് ഈച്ച് ആൻഡ് എവ്രി ഹൂഎവർ ഇറ്റ് ഈസ്, ബോയ് ഗേൾ, അവരെല്ലാം ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, പണ്ട് തൊട്ടേ. ഭയങ്കര തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുട്ടാവുമ്പം തോന്നിയ ദിവസം കാണിക്കുന്ന ആൾക്കാരേലും എന്തുകൊണ്ടും മാന്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദേ ആർ അക്സെപ്റ്റിംഗ് വാട്ട് ദേ ആർ happy, proud about like what they are. I have a lot of friends and I do respect them. I am very proud of who they are and how they are, irrespective of how സൊസൈറ്റി ട്രീറ്റ്സ് ദം. എന്ത് ബേസ്ഡ് ആയിക്കോട്ടെ, ഒരാളുടെ ലൈഫിനെ പറ്റിയോ ഒരാളെ പറ്റിയോ ഒരു മാക്സിമം നമുക്ക് ഇൻട്രാക്ഷൻ വന്നതിന് ശേഷം വി ക്യാൻ ടെൽ ദം ഹൗ വി ഫീൽ. യു കാൻ നെവർ ജഡ്ജ് എ പേഴ്സൺ. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. അതും ഒട്ടും ഇൻട്രാക്ഷൻ ഇല്ലാതെ ഒരു ഓൾറെഡി മൈൻഡിലൊരു കാര്യമായി ഇതിങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഭയങ്കര മോശമാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. ദേ ആർ നോട്ട് കമ്മിങ് ടു യു, ദെൻ വൈ യു ആർ ഗോയിങ് ബിഹൈൻഡ് ദം ആൻഡ് ലൈക്ക് മോക്കിംഗ് ദം. ഇതെനിക്ക് പറയണമെന്ന് തോന്നി ബിക്കോസ് ഐ ഫെൽറ്റ് വെരി ബാഡ് ആൻഡ് എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹ്യൂമൻ റൈറ്റ്സിനാണ് അവർ ചോദ്യം ചെയ്യുന്നത്. യു ആർ പോർട്രേയിങ് യുവർ സെൽഫ് ആസ് എ വെൽ എഡ്യൂക്കേറ്റഡ്. നിങ്ങളുടെ ചിന്താഗതി കാണുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇത് തോന്നുന്നില്ല. ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, പ്ലേ യുവർ ഗെയിം ആൻഡ് ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് ദർ. ദാറ്റ്സ് ഇറ്റ്. സോ ഡോണ്ട് മോക്ക്, ഡോണ്ട് ഹെയ്റ്റ്, ജസ്റ്റ് ലീവ് ആൻഡ് ലെറ്റ് ലീവ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.